ഇന്നലെ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും വൈറൽ ന്യൂസായിരുന്നു ഹണി റോസ് കേസ് കൊടുത്ത പ്രകാരം അശ്ലീല ഭാഷാ പണ്ഡിതന്മാരെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോകളും വാർത്തകളും. പക്ഷേ നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചത്, ഇതിൽ അവരാദ്യം പറഞ്ഞത് ഒരു വ്യവസായ പ്രമുഖൻ്റെ പേരാണ്. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതോ അദ്ദേഹത്തിനെതിരെ എന്തിനും പറയുന്നോ ഒന്നും നമ്മൾ കേട്ടില്ല. ആകെ പിടിച്ചത് അദ്ദേഹത്തിൻ്റെ കുറേ ആരാധകരെ. അതെ, നമുക്കറിയാം, ഊഹിക്കാവുന്ന ബോച്ചയുടെ ആരാധകരാണ് ഇന്നലെ കുറേ ആൾക്കാരെ പിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏജും പ്രായമൊക്കെ ഉള്ള കുറേ ആൾക്കാർ അല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇതെന്തുകൊണ്ട് ബോച്ചയ്ക്കെതിരെ ഒന്നും പോയില്ല? കാശുള്ളവന് എന്തും ചെയ്യാമെന്നാണോ, കാശുള്ളവന് തൊടാൻ ഒരു മടിക്കുന്നതാണോ പേടിക്കുന്നതാണോ? അത് എൻ്റെ ഒരു നോർമലി ഒരു ചോദ്യമാണ്. അപ്പോൾ ഇന്നലെ അതിനെപ്പറ്റി ഒരു മാതൃഭൂമി ചാനൽ അവരോട് ചോദിക്കേണ്ട നോക്കാം. അലോസ്, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഇപ്പം നമ്മൾ അതിനെ പറ്റി ഡെഫിനറ്റ്ലി ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത് നമ്മുടെ പേരിലേക്ക് ഡ്രാഗ് ചെയ്യും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഈ വ്യക്തിയിൽ നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡിസിഷൻ. അതോടൊപ്പം ഈ വ്യക്തി ആരാണെന്നുള്ളത് താങ്കൾ പോസ്റ്റുകളിലൊന്നും പരാമർശിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു അത് ആളുകൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പം പേര് പരാമർശിച്ചില്ലെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അത് ഇങ്ങനെ തന്നെ പോകാം എന്നുള്ളത് ഒരു പേഴ്സണൽ ഒരു ഡിസിഷന്റെ ഭാഗമാണ്. എനിക്ക് അനാവശ്യമായ ഒരു വിവാദത്തിലേക്കോ ഒരു ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പൊതുവെ ഞാൻ ഇതുവരെയും എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ ഇത് നമ്മളെ എന്താ പറയാ, നമുക്ക് അത്രയും എനിക്കും എന്റെ ഫാമിലിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ അതൊരു ഒരു മോശം മെസ്സേജ് ആയിരിക്കും സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. ഇതിനകത്ത് താങ്കൾ പറഞ്ഞിട്ടുണ്ട് പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു, താങ്കൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇയാൾ വരുന്നുണ്ടെന്ന്. ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പലതവണ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഈ ഒരു മോശം കമന്റുകൾ പരാമർശങ്ങൾ വന്നതിന്റെ പേരിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളൂ, വേറൊന്നുമില്ല. എന്തായാലും മറുഭാഗത്ത് നിന്ന് ഈ പോസ്റ്റിൽ പറയുന്ന ആള് പ്രതികരണം നടത്തിയാൽ താങ്കൾ കൂടുതൽ പ്രതികരണം നടത്തുകയെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇതേപോലെയുള്ള കമന്റ്സുകളോ പ്രവൃത്തികളോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹം ഇനി പ്രതികരിക്കാനൊന്നും പോകില്ല കുറച്ചാളത്തേക്കെങ്കിലും. അദ്ദേഹം ഇനി വേറെ അതിലേക്ക് പ്രതികരിച്ചു വളരെ മോശമായിട്ട് പറയുന്ന, ദ്വയാർത്ഥ അർത്ഥത്തിൽ പറയുന്ന, അതിലൂടെ ഒരു കച്ചവടം മെച്ചപ്പെടുത്തിയെടുത്ത ഒരു വ്യവസായ പ്രമുഖനാണ് ഈ പറഞ്ഞ ആള്, ബോച്ച എന്ന് പറയാം അല്ലേ. ആർക്കെതിരെയാണോ നിങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് വന്നത് അവർക്കെതിരെ നിങ്ങൾ കംപ്ലൈൻറ്റിന് ആയിട്ട് മുന്നോട്ട് പോകുമോ? ബോച്ചയ്ക്കെതിരായിട്ടാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത്, പറയാതെ പറഞ്ഞത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പുള്ളി ഇവർ പറഞ്ഞു തന്നെ. പക്ഷേ അവർക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? അതേപോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ബോച്ച ആർമി എന്ന് പറയുന്ന ആൾക്കാർക്കെതിരെയാണ് നിങ്ങൾ കേസ് കൊടുത്തും അവരെ ടക്കടക്കേന്ന് പിടിച്ചു. കാര്യം ഒരു സാധാരണ ഒരുപാട് വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണും. പല രീതിയിലും മോശമായിട്ട് കമൻ്റ് ഇട്ട ആൾക്കാരെ കേസ് കൊടുത്തിട്ട് പിടിക്കപ്പെടാതെ നടക്കുന്ന അവസരം വരുമ്പോൾ ഒരു നിമിഷം കൊണ്ട് പോലീസ് കേസ് ഏറ്റെടുക്കുകയും ടക്കേന്ന് പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരും. കാര്യം നല്ല കാര്യം, പോലീസിന് കഴിയാത്ത ഒന്നുമില്ല, അത് നടത്തിയിരിക്കും. പക്ഷേ മറ്റൊരു സാധാരണക്കാരന് പലപ്പോഴും പിടിക്കപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫേക്ക് ഐ ഡി എന്ന് ഒരുപാട് കമൻറ്റുകൾ, വളരെ ബാഡായിട്ടുള്ള കമൻറ്റ് മിക്കവർക്കും വരാറുണ്ട്. പക്ഷേ അത് പിടിക്കാൻ ആർക്കും പറ്റാറില്ല. കേരള പോലീസിനും ഇതിനകത്ത് വന്ന കമൻറ്റൊന്നും പിടിക്കാൻ പറ്റുന്ന യാതൊരു പ്രതീക്ഷയില്ല. ഇപ്പം എന്നെ ചോദിക്കാനുള്ളത്, ഈ ബോച്ച എന്ന് പറഞ്ഞ ഒരു വ്യക്തി, നമ്മൾ പലപ്പോഴും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ പണ്ടത്തെ കാലത്ത് ഈ ജംഗ്ഷനിൽ മൂലയിലേക്ക് ഇരുന്ന് ഇങ്ങനെ ഒന്ന് കൂടിയിരുന്നിട്ട് ഇങ്ങനെ പോണ ആൾക്കാരെ കമൻ്റ് അടിക്കുന്ന, നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, ആ രീതിയിലുള്ള സംസാരമാണ് ബോച്ച പലപ്പോഴും പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾക്കറിയാം, ഈ പല ചാനലിലും ഉദാഹരണമായിട്ട് ജാങ്കോ സ്പേസിലേക്കാണ് അവരെ പറ്റിയുള്ള ഈ വീഡിയോ തന്നെ വന്നത്. ഇതിനെപ്പറ്റി അവർ പറഞ്ഞ, ഞാൻ ആ വാക്കുകൾ പറയുന്നില്ല, അവരെപ്പറ്റി സ്റ്റേജിൽ പറഞ്ഞിച്ച കാര്യങ്ങൾ അത് തന്നെ തമ്പനയിലാക്കി അതിനകത്ത് വീണ്ടും ചോദിച്ച് അതൊരു മടിയുമില്ലാതെ കൂസലില്ലാണ്ട് വളരെ മോശമായിട്ട് തന്നെ പറയുന്ന രീതിയിലുള്ള വീഡിയോ ആണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ ചാനലിനെതിരെയൊക്കെ ശരിക്കും പറയേണ്ട കാര്യം, അതൊരു കണ്ടന്റ് ആക്കിയിരിക്കുകയാണ് അവർ. കാര്യം അതിനകത്തും പുള്ളി വർണ്ണിക്കുകയാണ്, ഒരു മടിയില്ലാണ്ട് ഞാൻ അങ്ങനെയാണ്, വളരെ മോശമായിട്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. കാര്യം അതിനകത്തൊരു ഇതില്ല, അത് ആസ്വദിക്കാൻ കുറേ ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും പുള്ളിയുടെ ആരാധകരും അവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനത്തെ കമൻറ്റ് ഇട്ടേനല്ല. കാര്യം പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അകത്ത് അഭിപ്രായം പറയും. കാര്യം പബ്ലിക്കായിട്ട് തുറന്നിട്ട് നിങ്ങൾക്ക് ആർക്കും കാണാം, കണ്ടാലാണ് മെച്ചമുള്ളൂ. അങ്ങനെ കാണുന്ന രീതിയിൽ അവർ കമൻറ്റ് അടിക്കാൻ, നിങ്ങൾക്ക് ആർക്കും കമൻറ്റ് അടിക്കാനുള്ള എല്ലാവിധ അവകാശമുണ്ട്. പക്ഷേ ആ പറയുന്ന കാര്യത്തിനപ്പുറത്തേക്ക് അയാളെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, അയാളുടെ കുടുംബത്തെയോ മറ്റുള്ള അയാളുടെ ശരിക്കും പറഞ്ഞാൽ ബോഡി ഷേമിങ് എക്സ്ട്രീം ലെവലാണ്. എനിക്കാണെങ്കിൽ ഈ അടുത്തിടയ്ക്കാണ് ഹണി റോസ് വരുന്ന അല്ലെങ്കിൽ പല നടിമാനങ്ങൾക്ക് വരുന്നതും അവർ വരുമ്പോൾ ആൾക്കാർ തടിച്ചു കൂടുന്നതും അത് കാണുമ്പോൾ അവർ വസ്ത്രധാരണം മറ്റും കണ്ട് അടിയിൽ കമൻറ്റ് അടിക്കുന്ന പറഞ്ഞാൽ സ്വാഭാവികമാണ്. ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല. ചിലർ അങ്ങനെ ശരീരം കാണിക്കുന്നവരെ ശരീരത്തിൽ വല്ലാതെ ഭംഗി കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറില്ല. അത്
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന മാന്യമായ രീതിയിൽ ആ സീരിയൽ മര്യാദ ജയിച്ചുകൂടി എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ മേലെയായിരുന്നു കമൻറ്റ്. ചില ആൾക്കാർ ഇവർ തന്നെ പറയുന്നുണ്ട്, ഹണി റോസിന് പറയുന്നത് പുറകെ നടന്ന് അവരിടുന്ന വീഡിയോയുടെ അടിയിലൊക്കെ വളരെ മോശമായ രീതിയിൽ കുടുംബത്തിന് വരെ വിഷമുണ്ടാക്കുന്ന രീതിയിലുള്ള കമൻറ്റ് ഇടും. തീർച്ചയായും എതിർത്തു. ഇവർ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരുമിച്ചാണെന്ന് പറഞ്ഞാലും ഇത് കൂടുതലും ബാധിക്കുന്നത് സെലിബ്രിറ്റികളുണ്ട്. ഒരു കുഴപ്പമില്ലാതെ ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോയുടെ അടിയിൽ, ഒന്നും ചെയ്ത് പാചകം ചെയ്യുന്ന സ്ത്രീകളുടെ അടിയിൽ ഒരു വളരെ മോശമായിട്ട് കമൻ്റ് അടിക്കുന്ന കുലസ്ത്രീകളുണ്ട്. ഇവരുടെ അടിയിലും കുലസ്ത്രീകളും കമൻ്റ് അടിച്ചിട്ടുണ്ട്. ഈ കുലപുരുഷന്മാർ മാത്രമല്ല, കുലസ്ത്രീകളും ഇതിനകത്ത് മോചിതരല്ല. അവർക്കുള്ള അസൂയയും ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാത്ത പോയതോ അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരിയോ എന്നുള്ള രീതിയിലുള്ള ഫ്രസ്ട്രേഷനൊക്കെ കമൻ്റായിട്ട് ഏതറ്റം വരെ പോകുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ട് പറഞ്ഞ കമൻറ്റുകൾ നമുക്ക് അത് കേൾക്കാം. ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, സ്ത്രീകളുടെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് പെണ്ണുങ്ങളും സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാർ മാത്രം. പിന്നെ പറഞ്ഞിട്ട് മനഃപൂർവ്വമായ ശരീര പ്രദർശനം, കുട്ടികളെ വഴിതെറ്റിക്കൽ, ലൈംഗിക ഉത്തേജന ഉദ്ദേശത്തോടു കൂടിയുള്ള വസ്ത്രധാരണം അല്ലെങ്കിൽ അതിന് കാരണമായേക്കാവുന്ന തരത്തിലുള്ള അവയവ പ്രദർശനം, സ്ത്രീവർഗത്തിന് അപമാനം വരുത്തി വെക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾക്കെതിരെയാണ് കേസ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് അതും സ്ത്രീയാണ്. അതൊക്കെ എന്നെ സംബന്ധിച്ച് മാന്യമായിട്ട്. കാര്യം ചിലർക്ക് ഇഷ്ടമല്ല അങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ തുറന്ന് കാണിക്കുന്നതിൽ വല്ലാത്ത രീതിയിൽ എന്താ കാണിക്കുക അങ്ങനെ രീതിയിൽ നടക്കുന്ന ആൾക്കാർ. കാര്യം ഇങ്ങനത്തെ ഉദ്ഘാടനം നടത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടുന്നുണ്ട്. അതവിടുന്ന് കസ്റ്റമേഴ്സ് ആണെന്ന് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് പല രീതിയിലുള്ള ഇതുപോലെ തന്നെ തൻ്റെ സൗന്ദര്യം കാണിച്ചുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്കാർക്ക് വല്ലാത്ത ജനപ്രീതി നേടുകയാണ്. പക്ഷേ ഇവരെ കൊണ്ട് ആ കടക്കാർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊരു ട്രെൻഡാണ്. ആളെ കൂട്ടുക, കടയിൽ നിന്ന് അറിയിക്കുക, കുറച്ചാൾ വരിക, അതൊരു വരുമാനമായ കാര്യം. അത് അവരുടെ ഇഷ്ടമാണ്. അവരുടെ ശരീരം അല്ലെങ്കിൽ ഹണി റോസ് പറഞ്ഞ പോലെ ഇന്ത്യൻ നിയമം അനുവദിക്കുന്ന ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ എനിക്ക് അധികാരമുണ്ട്. തീർച്ചയായും അവർക്ക് അധികാരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഈ കാണുന്നവർക്ക് എന്തെങ്കിലും എതിർപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ ഒന്നേ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പോകാം, അല്ലെങ്കിൽ ന്യായമായി കമന്റ് അടിക്കാൻ തുറന്നു വെച്ചാൽ പബ്ലിക് വീട്ടാണ്. ഇത് ശരിയല്ല, ഇത് നിലപാട് ശരിയില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നല്ല കാര്യമാണ്. അവർ പറഞ്ഞാൽ അവരതിൻ്റെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. എൻ്റെ വസ്ത്രാർത്ഥത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ പറയുന്നതിനും എനിക്ക് വിരോധമില്ല, പരാതിയില്ല. അതാണ് പണ്ട് ഇവർ ഒരാളെ മുമ്പിൽ ഭംഗിയായിട്ട് നടക്കുക എന്നുള്ള അവരൊരു വരുമാന മാർഗം കൂടിയാണ്. തീർച്ചയായും എനിക്ക് അതിനകത്ത് അവർ കാണിക്കുന്നതിലോ അവർ നടക്കുന്നതിലോ നമുക്ക് യാതൊരു ഉദ്ദേശമില്ല. കാര്യം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യ അനുവദിക്കുന്ന, ഈ രാജ്യം അനുവദിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യം തന്നെ പോട്ടെ. പക്ഷേ ഞാനിത് ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതി ഒരു 30 പേരെക്കെതിരാണ്. അതിൽ പലരും പിടിക്കപ്പെട്ട് കഴിഞ്ഞു. പിടിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ആദ്യം പറഞ്ഞത് ആളെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ തയ്യാറാണോ? അദ്ദേഹത്തിന് കൊടുത്താലും ഇവരെ മാത്രമല്ല പല രീതിയിലും പല ആൾക്കാരെയും പുള്ളി ദ്വയാർത്ഥത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇനി അയാൾ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായും ഇങ്ങനത്തെ ആൾക്കാർക്കെതിരെ പറഞ്ഞാൽ ഹണി റോസ് ചെയ്തതിൽ തീർച്ചയായും നമ്മൾ സപ്പോർട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ആൾക്കാർ മാത്രം ഉൾപ്പെടുത്തുമ്പോൾ, കുറേ ആൾക്കാർ ഒഴിവാക്കേണ്ടി പോകുമ്പോൾ അത് അത്ര സാറ്റിസ്ഫൈഡ് എനിക്ക് തോന്നില്ല. കാര്യം ഇവരൊക്കെ അവരുടെ ആ പറയുന്ന വ്യവസായ പ്രമുഖൻ്റെ ചൂട് പിടിച്ച് അല്ലെങ്കിൽ അവർ ചൂട് പിടിച്ച് അവർ ആരാധകരായിട്ട് വന്ന ആൾക്കാരാണ്. അവരൊക്കെയും ആദ്യം പറഞ്ഞു തുടങ്ങിയ ധൈര്യം കൊടുത്ത ഇതേ ആൾക്കാരെ അല്ലെങ്കിൽ ഇതുപോലത്തെ ദ്വയാർത്ഥങ്ങൾ പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെയാണ് പറയേണ്ടതും കൊടുക്കേണ്ടതും. ഈ ഇത്തരം പരിപാടികൾക്ക് ഇതിൻ്റെ ആകെ ടോട്ടൽ വരുന്നത് ഹണി റോസ് എന്ന് പറഞ്ഞൊരു താരത്തിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾക്ക് ചിലപ്പോൾ കുറച്ചാളത്തേക്ക് ആശ്വാസം ഉണ്ടാവും. എങ്കിലും മറ്റുള്ള രീതിയിൽ വന്ന ആൾക്കാർക്ക് അത് എത്രത്തോളം ആശ്വാസമാകുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. ഏതായാലും കമൻറ്റുകൾക്കൊന്ന് നന്നാവുന്നൊരു അവസരമുണ്ട്. നന്നായിക്കോട്ടെ.